Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പീര കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു തേങ്ങാപ്പീര കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എന്നോട് റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പീര വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൽ ഉള്ള ഒരു ഒന്നാമത്തെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു തേങ്ങാപ്പീര കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയാണെന്ന് പറയത്തേയില്ല, എന്നാൽ നമുക്കിത് നല്ല ആരോഗ്യമായിട്ട് കഴിക്കാം. കാരണം ഇതിനകത്തുള്ള ഫാറ്റ് എല്ലാം എടുത്ത് കളയുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ ഒരു കപ്പോളമുള്ള തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പീര നമുക്കറിയാം, നമ്മൾ പാലൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള പീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പീരയ്ക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് 2 കുടം വെളുത്തുള്ളിയാണ് എടുക്കാൻ പോകുന്നത്. ഇതൊരു വെളുത്തുള്ളി ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട്. പക്ഷേ ഇത് ഞാൻ പിന്നീട് ഇത് 1.5 എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ എടുത്ത ഒരു കുടം വെളുത്തുള്ളി കുറച്ച് ഭയങ്കര വലുതാണ്. അപ്പോൾ അതാ ഞാനിതൊക്കെ നന്നാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അര ഭാഗം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 1.5 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഒരു കപ്പിന് 1/4 കപ്പോളം വെളുത്തുള്ളി, അതാണ് കണക്ക്. ഞാൻ അതുപോലെ കണ്ട ചെറിയ തൊലികൾ ഒന്ന് വളരെ കുറച്ചുള്ള തൊലികളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് നമ്മളതൊന്ന് മുരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, നേരെ തന്നെ നമ്മൾ ഈ ഒരു കപ്പോളമുള്ള തേങ്ങാപ്പീര ഇട്ട് നല്ലതുപോലെ ഒന്ന് 1 മിനിറ്റോളം ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. ഞാനതാ ഒരു കുറച്ച് വേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കീറി ഞാൻ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഉണക്കമുളകാണ്. ഉണക്കമുളക് ഞാനൊരു 10-12 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളകിന് കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനൊരു 12 എണ്ണമൊക്കെ എടുത്തത്. എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കരിക്കോ അങ്ങനെയൊന്നും വേണ്ട. ചെറുതായിട്ട് ഇതിൻ്റെ ഒരു നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കും. അപ്പം ആ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ വരുമ്പോൾ നമുക്കിത് നിർത്താം. അപ്പോൾ ഇതൊന്നാവുന്ന നേരം, അതൊന്ന് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതൊരു പൾസ് മോഡിലിട്ടിട്ട് 1-2 തവണ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ പരുവൊക്കെ നമുക്കാണ് അറിയുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കണ്ടോ, നമ്മളതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൊലി കണ്ടോ, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് നല്ലതുപോലെ ഇനി ചമ്മന്തിപ്പൊടിയായിട്ട് വരുമ്പോൾ ആ തൊലിയൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ നോക്കി, തേങ്ങയുടെ കളറൊക്കെ പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞിട്ടുമില്ല, എന്നാൽ ഒത്തിരി അങ്ങ് വൈറ്റ് കളറും അല്ല. ആ ഒരു പരുവത്തിന് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു ബൗളിനകത്തോട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്, ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഇനി എന്താ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് അതേ പാൻ തന്നെ എടുക്കുക. ആ പാനിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് എണ്ണ, നല്ലെണ്ണ അങ്ങനെയൊക്കെ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഉടനെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു വെളുത്തുള്ളിയുടെ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എണ്ണ കുറച്ച് കുറവാണ്. കണ്ടോ, അത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ ആ എണ്ണയിൽ, ആ വെളിച്ചെണ്ണയിൽ ഇത് നല്ലതുപോലെ മുരിഞ്ഞ് വരണം. അപ്പോൾ ആ മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ചമണക്ക മാറി നല്ലതുപോലെ അങ്ങ് മുരിഞ്ഞും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തത് ചൂടാറാൻ വെക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും നല്ലത് മിക്സിയുടെ ചെറിയ ജാറാണ്, എന്നാലാണ് എപ്പോഴും നല്ലതുപോലെ അരഞ്ഞു വരുള്ളൂ. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
അതായത് ചെറിയ ജാറിനകത്ത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും അരച്ചെടുക്കുമ്പോൾ അത് ഒരുപോലെ അങ്ങ് അരഞ്ഞു വരും, അല്ലാതെ അവിടെ ഇവിടെ ഒന്നും കിടക്കത്തില്ല. അപ്പോൾ പറ്റുവാണെന്നുണ്ട് ചെറിയ ജാറിനകത്ത് ചെയ്യുക, ഇനി ഒത്തിരി ഉണ്ടെന്നുണ്ട് വലിയ ജാറിനകത്ത് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതാ ഞാൻ ഈ ഒരു തേങ്ങയുടെ കൂട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ പുളിയുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാൻ കൂടുതലും കുറവും. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ തന്നെ വേണം, അതൊരു നിറത്തിനാണ്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കാര്യം. ഇനി നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നമുക്കിതാ ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിശയം തോന്നും ചമ്മന്തിപ്പൊടിയിൽ ശർക്കരയൊന്നും, പക്ഷേ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള ശർക്കര, ചീകിയ ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാ ഞാൻ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല ആവി പറക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന്. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്, ഒരു 3/4 ഭാഗത്തോളം റെഡിയാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു തേങ്ങാപ്പീര കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി അന്ന് പറയില്ല, കാണുമ്പോഴും പറയത്തില്ല, കഴിക്കുമ്പോഴും നമ്മൾ പറയത്തില്ല. അപ്പോൾ നമ്മളിനി തേങ്ങാപ്പീര ഇങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതുപോലൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. ഇതാ ഞാൻ നേരത്തെ വറുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയാണ്. ഇതാ നല്ലതുപോലെ തന്നെ അത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, പച്ചമണം തന്നെ ഒട്ടും തന്നെ ഇല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ പാത്രത്തിൽ, ഇതേ ഫ്രൈങ് പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ആ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണോളമുള്ള കടുകാണ് കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് കാണിച്ചില്ലായിരുന്നു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അപ്പോൾ ഇതാ കടുക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടു, അത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മിക്സിയിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു തേങ്ങയുടെ കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ഒരു മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഒരു 5-6 മിനിറ്റ് എടുക്കുമായിരിക്കും. 5-6 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു 5 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നു, വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഇതിനകത്ത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ നാരുകൾ കിടക്കുന്നത് കാണാം, അതാ വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ ഇട്ടതുകൊണ്ടാണ്. നല്ലതുപോലെ ഡ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. ഇത് തേങ്ങാപ്പീര കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. ഇനി ആ ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും നല്ലത് ചില്ലും കുപ്പിയാണ്. പഴയ അച്ചാറ് കുപ്പി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചില്ലും കുപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ കൂടുതൽ നിൽക്കും. അതൊരു എക്സ്പീരിയൻസിൽ നിന്നാട്ടോ പറയണേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഭരണി പോലത്തെ ഒരു ചില്ലും കുപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ ഈ ഒരു ചമ്മന്തിപ്പൊടി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ ഒരു കുപ്പിക്കകത്തോട്ട് ഞാനിതൊന്ന് നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇത് എത്ര നാൾ നിൽക്കും എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് 3 മാസം വരെ ഒരു കുഴപ്പം കൂടാതെ ഇത് ഇരുന്നോളും. ഞാനത് ചിലപ്പം എൻ്റെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, ചിലപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോകും. അപ്പോൾ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാനത് നോട്ടീസ് ചെയ്യുക. അപ്പോൾ ഞാനത് തിരിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും പ്രോപ്പറായിട്ട് ഇരിക്കും, ഒരു കുഴപ്പം കൂടാതെ. അതുപോലെ തന്നെ പുറത്ത് വെച്ചെന്നാലും ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ നമുക്ക് എന്തായാലും ഒരു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരണം നമുക്ക് എടുത്തിട്ട് തിരിച്ച് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും ഇതൊരു 2 മാസം മുതൽ 3 മാസം വരെ, എനിക്കൊരു 3 മാസം വരെയൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3 മാസം എടുത്ത് പറയുന്നത്. ഈ ഒരു ചമ്മന്തിപ്പൊടി നല്ലൊരു സൂപ്പർ ചമ്മന്തിപ്പൊടിയാണ്. പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതാണ് ഈ ഒരു തേങ്ങാപ്പീര കൊണ്ടുള്ള ചമ്മന്തി. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഉണ്ടാക്കുക. പിന്നെ വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കി ഇതുപോലെ തേങ്ങ ചമ്മന്തി ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീര കൊണ്ടുള്ള റെസിപ്പി ഇപ്പോൾ ആദ്യത്തെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി തേങ്ങാപ്പീര ആരും കളയരുത് കേട്ടോ. നമുക്ക് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും, കേക്ക് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്ക് കൊടുക്കുന്ന പാൻ കേക്ക്, ചോക്ലേറ്റ്, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു റെസ്പോൺസ് ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.